മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാളം സാഹിത്യവേദി മാമ്പ് NSS യൂണിറ്റ് 51 IQAC എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അക്ഷരപാത എന്ന പേരിൽ വായന വാരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് RJ ഗോൾഡ് JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ. മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാളം സാഹിത്യവേദി മാമ്പ് NSS യൂണിറ്റ് 51 IQAC എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അക്ഷരപാത എന്ന പേരിൽ വായന വാരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ മലയാള വിഭാഗം മേധാവി NS ബബിത സ്വാഗതം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പാൾ റവറൻഡ് ഡോക്ടർ സാമുൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു. വായന എന്ന് പറയുന്നത് ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ വേൾഡിൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം സ്ക്രീനിങ്ങിലേക്കും സ്ക്രോളിങ്ങിലേക്കുമൊക്കെ വിദ്യാർത്ഥികളെ കൊണ്ടുപോയപ്പോൾ നമ്മുടെ പഴയകാല നല്ല സാംസ്കാരിക തനിമ നിലനിർത്തുന്ന ലൈബ്രറികളും അതുപോലെയുള്ള നല്ല എഴുത്തുകളും വായനകളും ഒക്കെ ഇന്ന് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വായനാ സംസ്കാരത്തിൻ്റെ വായനാ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന PN പണിക്കർ സാറുടെ ഓർമ്മയിൽ നമ്മൾ ഒരു വായനാ ദിനമായി ആചരിക്കുമ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ N സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കവിതകളിലൂടെയും കഥകളിലൂടെയും കുട്ടികളുടെ മനസ്സിൽ നന്മ വളർത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജൂൺ 19 നമുക്ക് വായനാ ദിനമാണ്. പൊതുവായി നാരായണ പണിക്കർ എന്ന് പറയുന്ന PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിച്ചു വരുന്നത്. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സഞ്ചരിച്ച് ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ച PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിച്ചു വരുന്നത്. PN പണിക്കരെ കുറിച്ച് പറയുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇതിനായി ഞാൻ വീഡിയോ വായിച്ചു. അദ്ദേഹം ചെയ്തത് ശമ്പളം വാങ്ങിക്കൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ് എന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ ശമ്പളം വാങ്ങി ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് പലരും ചെയ്യുന്നത്. പക്ഷെ PN പണിക്കരെ ഓർമ്മിക്കുന്നതോടൊപ്പം നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റു കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ പുറത്തുണ്ട്. ഗുരുദേവ് കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് മാത്തിൽ ഒരു നാരായണൻ ഉണ്ടായിരുന്നു. സന്തോഷവർഷമൊക്കെ അറിയാം. നമ്മൾ ചില സമയത്ത് ചായ കുടിക്കാൻ പോകുമ്പോൾ നാടൻപാട്ടൊക്കെ പാടുന്ന നന്നായിട്ട് വായിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചുപോയി. അപ്പൊ ഞങ്ങളൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അദ്ദേഹം ഈ നാട്ടിൽ ചെയ്യുന്ന നാടിന്റെ പല ഭാഗത്തും നടന്നിട്ട് തന്നെ വീടുകളിൽ നിന്നൊക്കെ പുസ്തകം സംഘടിപ്പിച്ച് അതേപോലെ എത്രയോ ആളുകൾ ബക്കറ്റ് പിരിവ് നടത്തി പൈസ ഉണ്ടാക്കി പല സ്ഥലങ്ങളിൽ ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കോളേജ് ബർസാർ ഫാദർ അബ്രഹാം പുന്നവിള, വൈസ് പ്രിൻസിപ്പൽ P വിനോദ് കുമാർ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഷജ്ന ഗോവിന്ദൻ, NSS വോളണ്ടിയർ അർത്ഥന എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സെമിനാർ ഹാളിലും ലൈബ്രറിയിലുമായി മാസ് റീഡിംഗും ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ചിരുന്ന് പുസ്തകങ്ങൾ വായിച്ചു. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി, മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ ഗോൾഡ് JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ.